ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അഞ്ജലിനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത് അനുപമ തന്നെയാണ് കേട്ടോ. പ്രാഗി കൊണ്ടാട്ടാണ് ആരതി ഒഴിയുന്നത്. ശേഷം രമ്യ നിലവിളക്ക് അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. അഞ്ജലി വിറച്ച് ആ നിലവിളക്ക് വാങ്ങിക്കുന്നുണ്ട്. ശേഷം ആകെ മനസ്സ് വേദനിച്ച് അഞ്ജലി വലതുകാലം വെച്ച് ശംഖുചക്രത്തിന് തറവാടിന്റെ പടി ചവിട്ടി അകത്തേക്ക് കയറുവാട്ടോ. രമ്യ പറയേണ്ടതേ അതാണ് പൂജാ റൂമിൽ, അവിടേക്ക് കൊണ്ടേ വെച്ചോളൂ എന്ന് പറയുമ്പോൾ അഞ്ജലി പൂജാ റൂമിലേക്ക് വിളക്ക് കൊണ്ടേ വെക്കാണ്. എല്ലാവരും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജലി അവിടെ നിൽക്കുമ്പോഴേക്കും രാഘവേണ്ടി പറയണ്ട്, നിലവിളക്ക് വെച്ചല്ലോ, സമാധാനായാല് ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനം കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട അഞ്ജലി മോള് ഇങ്ങോട്ടേക്ക് വന്നേ. സോറി അഡ്വക്കേറ്റ് അഞ്ജലിയെ ഇങ്ങോട്ട് വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയണം. അഞ്ജലി രാഘവനുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ചുറ്റും നിൽക്കാണ്. രാഘവനുടെ എല്ലായിടത്തും കൂടിയിട്ട് പറയുന്നുണ്ട്, ഈ അഡ്വക്കേറ്റ് അഞ്ജലി ഉണ്ടല്ലോ ആദ്യമായിട്ടാ എന്റെ മുമ്പിൽ ദേ ഇങ്ങനെ നിൽക്കുന്നത്. സാധാരണ എന്റെ മുമ്പിലെ ഒരു പെൺ സിംഹത്തെ പോലെയാണ് ഇവൾ ഗർജിക്കുന്നത്. ഇവള് വല്ലാത്ത വായിൽ പറയുന്നതൊക്കെ എന്നോട് പറയും. എന്നോട് എപ്പോഴും വാശിയും വൈരാഗ്യവും അതുപോലെ തർക്കത്തിനല്ലാതെ ഞാനും ഇവളും തമ്മിൽ നേർക്ക് നേരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അഡ്വക്കേറ്റ് അഞ്ജലി ഇങ്ങനെ കാണാനേ ഭയങ്കര കഷ്ടമുണ്ട്. സത്യം പറഞ്ഞാലേ നിനക്ക് ആ ശൗര്യമുള്ള ആ ഒരു അഡ്വക്കേറ്റിന്റെ ആ ഒരു കുപ്പായത്തിനുള്ളിൽ കയറി മാത്രമേ ശൗര്യമുള്ളൂ എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ശരിക്കും ആ കുപ്പായത്തിന്റെ പുറത്താണ് നിനക്ക് ആ ധൈര്യം ഉള്ളതല്ലേ. ആ കുപ്പായം മാറ്റിക്കഴിഞ്ഞാൽ അഞ്ജലി സാധാരണ ഒരു പെണ്ണ് തന്നെയാ. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ അഞ്ജലി മോളോട് മാത്രാണ് കേട്ടോ. അത് വേറൊന്നല്ല. ഇപ്പൊ അഡ്വക്കേറ്റ് അഞ്ജലി അഞ്ജലി അർജുൻ, അതായത് എന്റെ രണ്ടാമത്തെ മരുമകൾ, നീ എന്തായാലും ഈ വീട്ടിലേക്ക് കയറി വന്നു. ഇപ്പൊ എന്റെ രണ്ടാമത്തെ മരുമകളുമാണ്. ഇനി നീ വക്കീൽ കുപ്പായം ഇടണ്ട, വക്കീൽ വരാന്തയിൽ കയറി നടക്കുകയും വേണ്ട. ഇനി നിനക്കുള്ള വരാന്ത എന്ന് പറഞ്ഞത് ആ അടുക്കള വരാന്തയാണ് എന്ന് പറഞ്ഞിട്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കാണ്. അഞ്ജലി അവിടേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അർജുനും വല്ലാത്ത വിഷമമാവുന്നുണ്ട്. പക്ഷെ അർജുൻ ഒന്നും പറയുന്നില്ല. കാരണം വേറൊന്നുമല്ല, വന്നല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ പറഞ്ഞ അച്ഛനായിട്ട് തർക്കമൊന്നും ഉണ്ടാക്കണ്ട, അച്ഛൻ കേറ്റി തന്നെ വലിയ കാര്യം, ബാക്കിയെല്ലാം പതുക്കെ ശരിയാക്കാന്ന് അർജുനും വിചാരിച്ചു. അതുകൊണ്ട് അർജുൻ അതിനൊന്നും മറുപടി ആദ്യം പറയുന്നില്ല കേട്ടോ. എല്ലാം കേട്ടോണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നന്ദിനിക്കൊക്കെ ഭയങ്കര സന്തോഷമാവണം. അപ്പൊ രാഘവേട്ടൻ വെറുതെ ഇവളെ വിളിച്ച് അകത്ത് കയറ്റിയത്. ഇവളെ അടുക്കള പണിക്കാരിയാക്കാനായിരുന്നു അടുക്കള വീട്ടിൽ കയറ്റിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് നന്ദിനി കേട്ടോ. ശേഷം രാഘവനുണ്ടി പറയുന്നുണ്ട്, ഇവിടെ പത്മ പോയതിനു ശേഷം അടുക്കള ഭരണമൊക്കെ ഈ മൂന്ന് പെണ്ണുങ്ങളും മാറിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പത്മയുടെ ആ ഒരു കുറവ് നികത്തുകയും ചെയ്യാലോ. എന്താ നന്ദിനി, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. നമുക്ക് രണ്ടു മരുമക്കളാണല്ലോ, അനുപമയും അഞ്ജലിയും, ചേച്ചി അനിയത്തിയും കൂടി ഇനി അടുക്കള ഭരണം അങ്ങ് ഏറ്റെടുക്കട്ടെ. ചേച്ചിയാണ് രാവിലെ അടുക്കളയിൽ കേണെങ്കിൽ അനിയത്തി ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കട്ടെ, വൈകുന്നേരം വീണ്ടും ചേച്ചി, രാത്രി അനിയത്തി രാത്രിയിലെ ഡിന്നർ, അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ ആ പണി മാത്രം പോരല്ലോ, പുറം പണിയും ചെയ്യണ്ടേ? വേണം. അപ്പൊ അഡ്വക്കേറ്റ് അഞ്ജലിയെ ഇനി കോടതിയിലൊന്നും പോവണ്ട കേട്ടോ. ഈ അടുക്കള, വീട്, വരാന്ത, മുറ്റം, ഉമ്മറ, ഇതാണ് അഞ്ജലിയുടെ ലോകം. പറഞ്ഞത് മനസ്സിലായല്ലോ. അല്ലാതെ ഈ വീടിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ എന്നോട് പറയാണ്ട് എവിടെയെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ അപ്പൊ കാണാം ഈ രാഘവനുണ്ണി ആരാണ്. ഈ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ നീ ശ്രദ്ധിച്ചില്ലേ, ആരും ജോലിക്ക് പോകാറില്ല. ഭർത്താക്കന്മാര് കൊണ്ടുവന്ന പൈസ സാലറിയിൽ അവർ എന്തിനൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ ടിവിയും കണ്ട് അടിച്ചു പൊളിച്ച് പണിയും ചെയ്ത് അവരിവിടെ കഴിയും. അതുപോലെ തന്നെ ആയിരിക്കണം ഇനി അഞ്ജലി. മനസ്സിലായോ? ഇനി മുതൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ പേരിൽ അഡ്വക്കേറ്റ് എടുത്ത് മാറ്റി ഇനി മുതൽ അഞ്ജലി അർജുൻ, വെറും അഞ്ജലി അർജുൻ, അതാണ് നീ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് രാഘവനുണ്ടി അകത്ത് കയറി പോവാട്ടോ. അഞ്ജലിക്ക് വല്ലാത്ത വിഷമം പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പുച്ഛത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഗോവിന്ദനുണ്ണിയും അതുപോലെ തന്നെ രമ്യയും കൂടി അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, ഏട്ടൻ പറഞ്ഞൊന്നും കാര്യത്തിലെടുക്കണ്ട. ആള് അങ്ങനെ പലതും പറയും, അതൊന്നും കേൾക്കാനും നിൽക്കണ്ട. അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിൽ എത്തിക്കോളാം, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. അർജുനെ, നിങ്ങൾ റൂമിലേക്ക് പോ, അഞ്ജലി ആകെ ടയേർഡാണ് എന്ന് പറയാണ്. രമ്യെ, നീ ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. അതിനാണ് എടുക്കാൻ ഗോവിന്ദേട്ട എന്ന് പറഞ്ഞിട്ട് രമ്യ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അഞ്ജലി ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം അഞ്ജലിനെ വിളിച്ചിട്ട് മുകളിലേക്കൊക്കെ പോവാട്ടോ. അഞ്ജലിക്കാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുകയാണ് അഞ്ജലി. കാരണം ആ വീട്ടിൽ താൻ തളക്കപ്പെട്ടു എന്ന് അഞ്ജലിക്ക് മനസ്സിലായി.
അതേസമയം അനുപമയാണെങ്കിലോ അവൾ അങ്ങനെ ഇവിടെ വെറുതെ ഒരു വീട്ടമ്മയായിട്ട് നിർത്താനും തനിക്ക് താല്പര്യമില്ല. നാളെ കഴിഞ്ഞ് അഭി വരുമ്പോ ഇവിടെ വലിയൊരു ഭൂകമ്പം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അതിന് ആ കടന്നൽ കൂട്ടത്തിനെ ഇളക്കി വിടണം. കുറുപ്പെന്ന് പറഞ്ഞ വീട്ടിലെ കടന്നൽ കൂട്ടത്തിനെ കാവ്യനെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അനുപമ വേഗം മൊബൈൽ എടുത്ത് കാവ്യനെ വിളിക്കാട്ടോ. കാവ്യ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അനുപമ ചേച്ചി, എന്തുണ്ട് വിശേഷം? കുറച്ചായാലും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട്. ആ, എന്ത് പറയാനാ, കുറച്ച് തിരക്കായി പോയി. പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായിട്ടാണ്. എന്താ ചേച്ചി, എന്താ കാര്യം? അവിടെ എന്തെങ്കിലും പ്രശ്നം? അർജുന്റെ ഇഷ്യൂ അതോ രാഘവൻ അങ്കിളുടെ ഇഷ്യൂ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഫുള്ളും നിന്റെ പ്രിയപ്പെട്ട അർജുനാണല്ലോ. അർജുനോ? അവനെന്താ പ്രശ്നം? അവനെ പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ വലിയൊരു പ്രശ്നമായിട്ടാ അവൻ വീട്ടിലേക്ക് കയറി വന്നിരിക്കണത്. മനസ്സിലായില്ല ചേച്ചി, എന്താ ഉദ്ദേശിച്ചത്? നീയേ കേട്ടാ ചിലപ്പോ ഞെട്ടിപ്പോകും. പക്ഷെ നീ അവിവേകം ഒന്നും കാണിക്കരുത്. ഇതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യാം എന്നാണ് നീ ആലോചിക്കേണ്ടത്. ചേച്ചി വെറുതെ ടെൻഷൻ ആക്കാതെ കാര്യം എന്താ വെച്ചാൽ പറ ചേച്ചി. അത് അർജുൻ രാവിലെ ആയപ്പോഴേക്കും ആ അഡ്വക്കേറ്റ് അഞ്ജലി ഉണ്ടല്ലോ, അതായത് എന്റെ അനിയത്തി അഞ്ജലി, അവളെയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നു. ചോദിച്ചപ്പോ പറയണേ അവൻ അവളെ താലി കെട്ടിയെന്ന്. വാട്ട്? എന്തൊക്കെയാ ചേച്ചി പറഞ്ഞത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവരുടെ വിവാഹ ഫോട്ടോ കഴിഞ്ഞ ആഴ്ചയിലെ മാസികയിലൊക്കെ ഉണ്ട്. ആ മാസിക നീ ഒന്ന് തിരിച്ചു നോക്ക്. അതിൽ ഇതല്ല, സമൂഹ വിവാഹം നടത്തിയത് കുറുപ്പങ്കളാണല്ലോ. ആ സമൂഹ വിവാഹത്തിലെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ അതിൽ അഡ്വക്കേറ്റ് അഞ്ജലിനെയും ഈ പറയുന്ന അർജുനെയും നിനക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ചിട്ടാണ് അവര് പരസ്പരം വിവാഹം കഴിച്ചത്. ഇപ്പൊ അർജുന്റെ ഭാര്യയാണ് അഞ്ജലി. അഞ്ജലിന് നിലവിളക്ക് കൊടുത്തിട്ടതേ അഡ്വക്കേറ്റ് രാഘവന് തന്നെ അകത്തേക്ക് കയറ്റുകയും ചെയ്ത്. ചേച്ചി എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇനിയെല്ലാം നിന്റെ തീരുമാനം. അഞ്ജലിനെ ഇല്ലാതാക്കാൻ നിനക്ക് നല്ലൊരു അവസരം ഇപ്പൊ കൈ വന്നിരിക്കണത്. ഇവിടെ നേരിട്ട് വരിക, തീർക്കുക, പോവുക, അത്ര തന്നെ. അത് പറഞ്ഞിട്ട് അനുപമ ഫോം വെക്കാണ്. അപ്പോൾ നമ്മുടെ കാവ്യക്കാണെങ്കിൽ ആകെ ദേഷ്യമായിട്ടോ. കാവ്യ വേഗം അതെ, അത് തന്നെയാണ് വേണ്ടത്. ഞാനല്ല, അവളാണ് ഇല്ലാതാവേണ്ടത്. ആ അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പൊ അവൾ ആ വീട്ടിലുണ്ടല്ലോ, കാര്യങ്ങൾ കൂടുതൽ സൗകര്യമായി എന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്തൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇങ്ങനെ എടുക്കുവാട്ടോ. പക്ഷെ ആ കത്തി എടുത്തിട്ട് അഞ്ജലിനെയാണോ ഇല്ലാതാക്കാൻ പോകുന്നത് അതോ തന്നെത്താനെയാണോ ഇല്ലാതാവാൻ പോണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പ്രൊമോയിൽ അങ്ങനെയാണ് കാണിച്ചത്. കാവ്യയുടെ നേരെ തിരിച്ചു വെക്കുന്ന രീതിയിലാണ് കാണിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു കാവ്യ അങ്ങനത്തെ പൊട്ടത്തരൊന്നും കാണിക്കില്ലല്ലോ. അഞ്ജലിനെ ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും ഉദ്ദേശം. അതുകൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. അപ്പൊ അങ്ങനത്തെ ഭാഗമാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അഞ്ജലി ആകെ വിഷമിച്ച് ശംഖുചക്രത്തിന്റെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ഭാഗവും കാണിക്കേണ്ടത്. ഇതൊക്കെ കണ്ടിട്ട് അനുപമ പൊട്ടിച്ചിരിക്കുകയാണ്. ഇവൾക്ക് ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോ അഭി വരുമ്പോഴാണ് അടുത്ത കോലാഹലം സംഭവിക്കാൻ വേണ്ടി പോണത്. കാരണം അഭി സ്നേഹിച്ച പെണ്ണാണ് അഞ്ജലി എന്ന് അർജുൻ ഇതുവരെ അറിയില്ല. അത് മാത്രല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ അർജുന്റെ റിയാക്ഷൻ എന്തായിരിക്കും? തന്റെ സ്വന്തം ചേട്ടൻ സ്നേഹിച്ച പെണ്ണാണ് അഞ്ജലി എന്ന് അറിയുമ്പോൾ, ചേട്ടൻ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്പലത്തിൽ കാത്തു നിന്നത് അഞ്ജലിയാണെന്നൊക്കെ അറിയുമ്പോൾ കഥകളോ. അപ്പൊ അതൊക്കെയാണ് വലിയ ട്വിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.